ഹമാസ് വീണ്ടും ആക്രമണം തുടങ്ങിയോ? വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പലതവണ ലംഘിച്ചു. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ 6 ബന്ദികൾക്ക് പകരമായി കരാർ പ്രകാരം ഇസ്രയേൽ 600ഓളം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമായിരുന്നു. എന്നാൽ ഇസ്രായേൽ തടവുകാരുടെ മോചനത്തെ അനിശ്ചിതമായി വൈകിപ്പിക്കുന്നു. ഇത് ഹമാസിനെ ചൊടിപ്പിച്ചിരുന്നു. ഗസയിൽ നിന്ന് റോക്കറ്റ് തൊടുത്തുവിട്ടതാണ് ഹമാസ് വീണ്ടും ആക്രമണം തുടങ്ങിയോവെന്ന സംശയം ഉയർത്തിയത്. ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ആക്രമണം. റോക്കറ്റ് ലക്ഷ്യത്തിൽ പതിച്ചില്ലെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ മധ്യ ഇസ്രയേലിൽ സ്ഫോടനം നടന്നതായും റിപ്പോർട്ടുണ്ട്. ജനങ്ങൾ സ്ഫോടന ശബ്ദം കേട്ട് പരിഭ്രാന്തരായതായും ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഗസയിൽ നിന്ന് റോക്കറ്റ് തൊടുത്തുവിട്ടത് ഇസ്രയേൽ ഗൗരവത്തോടെയാണ് കാണുന്നത്. പുതിയ ആക്രമണത്തിന്റെ തുടക്കമാണോ ഇതെന്ന് ഇസ്രയേൽ സൈന്യം അന്വേഷിക്കും. ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനം പതിവാക്കിയതോടെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഹമാസ് എന്നാണ് വിവരം. തുരങ്കങ്ങൾ പുനർനിർമ്മിക്കുന്നു. മാത്രമല്ല, ഗ്രൂപ്പിലേക്ക് പുതിയ കമാൻഡർമാരെ നിയമിക്കുകയും ചെയ്യുന്നു. ഏതു നിമിഷവും വീണ്ടും ആക്രമണം തുടങ്ങിയേക്കാമെന്ന ആശങ്കയിലാണ് ലോകം. ഹമാസ് വീണ്ടും ആക്രമണം നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു തുടങ്ങിയതോടെ ഇസ്രായേൽ പരിഭ്രാന്തിയിലാണ്. എന്നാൽ പതിവ് സൈനിക നടപടികളുടെ ഭാഗമാണിതെന്നും പരിഭ്രാന്തി വേണ്ടെന്നുമാണ് IDF ആദ്യം അറിയിച്ചത്. എന്നാൽ ഗാസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി പിന്നീട് IDF സ്ഥിരീകരിച്ചു. അതിനിടെ ഗസ അതിർത്തിക്ക് സമീപവും മറ്റൊരു സ്ഫോടനം നടന്നതായി IDF വ്യക്തമാക്കി. ഗസയിൽ നിന്ന് തൊടുത്തുവിട്ട റോക്കറ്റ് ലക്ഷ്യത്തിലെത്തിയില്ലെന്നും ഗസ മുനമ്പിൽ തന്നെ തകർന്നു വീണതായും IDF ഫെബ്രുവരി 26-ന് അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തെ ഗൗരവത്തോടെയാണ് ഇസ്രയേൽ സേന സമീപിക്കുന്നത്. ഹമാസ് വീണ്ടും ആക്രമണം നടത്തുന്നതിന്റെ സൂചനയാണോ ഇതെന്നാണ് ഇസ്രയേൽ പരിശോധിക്കുന്നത്. അതിനിടെ ഗാസ മുനമ്പിലെ ആക്രമണം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വെടിനിർത്തൽ കരാറിന്റെ കടുത്ത ലംഘനമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നത്. ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച 6 ഇസ്രായേലി ബന്ദികൾക്ക് പകരമായി 620 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ കൈമാറുമെന്നായിരുന്നു ധാരണ. എന്നാൽ പലസ്തീൻ ബന്ദികളെ കൈമാറുന്നതിൽ നിന്നും ഇസ്രായേൽ പിന്മാറി. ഇസ്രായേൽ ബന്ദികളാക്കിയ തങ്ങളുടെ പൗരന്മാരെ കൈമാറാതെ ഇസ്രായേലുമായി ഇനിയൊരു ചർച്ചയ്ക്കും ഇല്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. ഗസയ്ക്കുമേൽ ആക്രമണം പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പും നൽകിയിരുന്നു. ആഘോഷത്തോടെ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്ന ഹമാസിന്റെ രീതി അംഗീകരിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. അത് ഇസ്രായേലിനെ അപമാനിക്കാനാണെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇതോടെ ഗസയിലും ഇസ്രയേലിനും വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ നിറയുകയാണ്.